ഓം നമോ ഭഗവതേ വാസുദേവായ. 38-ാം ദശകത്തിലെ 1-ാമത്തെ ശ്ലോകമാണ്. കൃഷ്ണാവതാര വർണ്ണനയാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആനന്ദരൂപ ഭഗവന്നയി ദേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗനിരീയമാണൈഹി കാന്തിവ്രജൈരിവ കലാകനമണ്ഡലേർദ്യാം ആവൃണ്വതി വിരുരുചേ കില വർഷവേള. ഈ ആനന്ദരൂപ ഭഗവൻ, അല്ലയോ ആനന്ദരൂപിയായ, എല്ലായ്പ്പോഴും ആനന്ദം നിറഞ്ഞു നിൽക്കുന്ന മുഖത്തോടു കൂടിയ, അല്ലെങ്കിൽ എല്ലാവർക്കും ആനന്ദം പ്രദാനം ചെയ്യുന്ന ആ കൃഷ്ണൻ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുകയാണ്. നിന്തിരുവടിയുടെ അവതാരകാലം പ്രാപ്തമായപ്പോൾ, അതായത് നല്ല മഴയുള്ള സമയത്താണ് ഭഗവാൻ ദേവയ്ക്കും വസുദേവനും മകനായി ജനിക്കുന്നത്. അപ്പം ആകാശമാകെ ശ്യാമവർണ്ണമായ കാർമേഘ പടലങ്ങൾ വ്യാപിച്ചിരുന്നു. ആ സമയത്ത് മേഘത്തിൻ്റെ നിറമുള്ള ഭഗവാന്റെ ദേഹത്തിൽ നിന്നും പ്രസരിക്കുന്ന കാന്തി സമൂഹങ്ങൾ ആണെന്ന പോലെ ആ മേഘപടലങ്ങൾ ആകാശത്തെ ആവരണം ചെയ്യുന്നതായി വർഷകാലം ശോഭിച്ചു അത്രേ. വർഷകാലത്തിന് ഭഗവാന്റെ നിറമാണുള്ളത്. ഭഗവാന്റെ നിറം കൊണ്ട് വർഷകാലത്തെ മേഘങ്ങൾ പോലും ശോഭിച്ചു എന്നാണ് പറയുന്നത്. ശ്രാവണ മാസത്തിലെ കൃഷ്ണാഷ്ടമി ദിവസമാണ് ഭഗവാൻ ജനിച്ചത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആദ്യത്തെ ശ്ലോകം ആ പ്രസവ സമയം, അല്ലെങ്കിൽ അദ്ദേഹം ഭൂജാതനാകുന്ന ഒരു സമയത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ആനന്ദരൂപ ഭഗവന്നയി ദേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗനിരീയമാണൈഹി കാന്തിവ്രജൈരിവ ഖനാകരമണ്ഡലേർദ്യാം ആവൃണ്വതി വിരുരുചേ കില വർഷവേള. 38-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പാരായണം ചെയ്യുന്നത്. ശ്ലോകങ്ങൾക്ക് തന്നെ ഒരു സൗകുമാര്യം നാരായണ ഭട്ടതിരി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഓരോ വരിയിലും ദ്വിതീയ പ്രാസം നിങ്ങൾക്ക് ദർശിക്കാനായിട്ട് കഴിയും. നോക്കൂ. ആശാസു ശീതളതരാസു പയോദതോയൈഹി ആശാസിദാപ്തി വിവശേഷു ച സജ്ജനേഷു നൈശാകരോദയ വിധൗ നിശി മധ്യമായം ക്ലേശാപഹസ്ത്രിജഗദം ത്വമിഹാവിരാസീഹി. ദിക്കുകളെല്ലാം മേഘജലങ്ങൾ കൊണ്ട് അധികം തണുപ്പുള്ളവയായി. അതായത് മഴ പെയ്യാറാവുമ്പോൾ നമുക്കറിയാം, മേഘങ്ങൾ ജലം നിറഞ്ഞു നിൽക്കുന്ന സമയം, അപ്പോൾ നല്ല തണുപ്പുണ്ടാവും. അതുപോലെ തന്നെ സജ്ജനങ്ങൾ അവർ ആഗ്രഹിച്ചത് സാധിച്ചതുകൊണ്ട്, അവരാഗ്രഹിച്ചത് എന്താ? കൃഷ്ണൻ ജനിക്കണം ഭൂലോകത്ത് ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനായിട്ട്, അല്ലേ? ആ ആഗ്രഹം സഫലമാകാൻ പോവുകയാണ്. ആ സന്തോഷത്തിൽ പരവശരായി അവരും ഒരു സന്തോഷിച്ചു എന്നർത്ഥം. അങ്ങനെ ഒരു അർദ്ധരാത്രിയിൽ ചന്ദ്രൻ ഉദിച്ച സമയത്ത് 3 ലോകങ്ങളുടെയും ക്ലേശം നശിപ്പിക്കുന്ന നിന്തിരുവടി ഈ ഭൂലോകത്തിൽ പിറന്നു. മഴ പെയ്ത് ദിക്കുകളെല്ലാം തണുത്തു, അല്ലേ? മുനിമാരുടെ ഹൃദയങ്ങളും, അല്ലെങ്കിൽ ദേവന്മാരുടെ എല്ലാ ഹൃദയങ്ങളും ഭഗവാന്റെ അവതാരം കൊണ്ട് സന്തുഷ്ടരായി. അങ്ങനെ ഭഗവാൻ കൃഷ്ണരൂപിയായി അവതരിച്ചു
ആശാസു ശീതളതരാസു പയോദതോയൈഃ ആശാസിതാപ്തി വിവശേഷു ച സജ്ജനേഷു നൈശാകരോദയ വിധൗ നിശി മധ്യമായം ക്ലേശാപഹ സ്ത്രീജഗദം ത്വമിഹാ വിരാസി. ഇന്ന് മൂന്നാമത്തെ ശ്ലോകം. ബാല്യസ്പൃശാഭി വപുഷാദുഷാ വിഭൂതിരുദ്യത് കിരീടകടകാംഗദ ഹാരഭാസാ ശങ്കാരി വാരി ജഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിത സുദിഗേഹേ. ഭഗവാൻ ഒരു മനുഷ്യ സ്ത്രീയുടെ ഗർഭത്തിൽ നിന്നാണ് അവതരിച്ചിരിക്കുന്നത്. ജനിച്ച ഉടനെ ബാലരൂപമാണ് എങ്കിലും ഐശ്വര്യങ്ങളെ ധരിച്ചിട്ടുള്ള പ്രകാശിക്കുന്ന കിരീടം, കടകം, അംഗദം, മാലകൾ, മുത്ത്, രത്നം കൊണ്ട് ഉള്ള ഹാരങ്ങൾ തുടങ്ങി സർവാഭരണ ഭൂഷിതനായിട്ടാണ് ഭഗവാന്റെ ശരീരം ഉണ്ടായിരുന്നത്. 4 കൈകളോടുകൂടി ആണ് അദ്ദേഹം, അതായത് വിഷ്ണുവിൻ്റെ രൂപം അവതരിച്ചത്. കൈകളിൽ ശംഖചക്ര ഗദാ പങ്കജം എന്നിവ ധരിച്ച് മേഘം പോലെ ശ്യാമവർണമായ ആ മായാമാനുഷ ശരീരം ഈറ്റില്ലത്തെ പ്രകാശമാനമാക്കി. പാതിരാത്രിക്ക് നല്ല മഴ പെയ്യുന്ന സമയത്ത് ദേവകി ഭഗവാന് ജന്മം നൽകി. ജന്മം നൽകിയ ഒരു ചെറു ബാലൻ്റെ രൂപമാണെങ്കിലും ആ രൂപം സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ രൂപം പോലെയാണ്. നമ്മൾ 2ാമത്തെ അധ്യായത്തിൽ ദശകത്തിൽ പറഞ്ഞ സൂര്യസ്പർദ്ധികിരീടം ഊർധ്വതിലക പ്രോദ്ഭാസി ബാലാന്തരം, ആ രീതിയിൽ കിരീടവും കങ്കണങ്ങളും ഒക്കെ അണിഞ്ഞ് വനമാല അണിഞ്ഞ് 4 കൈകളിലും ശംഖചക്രഗദ പങ്കജത്തോടുകൂടി ആ ബാലരൂപിയായിട്ട് ഭഗവാൻ വിഷ്ണു രൂപത്തിൽ ആ കാരാഗൃഹത്തെ ശോഭിപ്പിച്ചു, അല്ലെങ്കിൽ അതുകൊണ്ട് ശോഭായമാനമായി. ബാല്യസ്പൃശാഭി വപുഷാദുഷാ വിഭൂതി രുദ്യത് കിരീട കടകാംഗദഹാരഭാസാ ശംഖാരി വാരിജ ഗദാ പരിഭാസിതേന മേഘാസീതേന പരിലേസിത സൂതിഗേഹേ. 38ാം ദശകത്തിലെ 4ാമത്തെ ശ്ലോകം. വക്ഷസ്ഥലേ സുഖനിലീന വിലാസി ലക്ഷ്മീ മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷഭേദേ തന്മന്ദിരസ്യ ഖലകംസ കൃതാമലക്ഷ്മീമുന്മാർജയന്നിവ വിരേജിത വാസുദേവ. വസുദേവപുത്രനായ അല്ലയോ ഭഗവാനേ കൃഷ്ണ, തൻ്റെ മാറിടത്തിൽ സുഖമായി ലയിച്ചിരിക്കുന്നവളും വിലാസത്തോടുകൂടിയവളുമായ ലക്ഷ്മി ദേവിയുടെ ആ ലജ്ജയോടുകൂടിയ കടാക്ഷങ്ങൾ കൊണ്ട് ആ പ്രസവഗൃഹത്തിന് ദുഷ്ടനായ കംസൻ ചെയ്ത അലക്ഷ്മിയെ ഉന്മാർജനം ചെയ്യുന്ന മട്ടിൽ നിന്തിരുവടി ശോഭിച്ചു. അതായത് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചത് കൽത്തുറുങ്കിലാണ്, അല്ലേ, കാരാഗ്രഹത്തിലാണ്. കംസൻ ദേവകിയെയും വസുദേവരെയും കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയായിരുന്നു. അവരുടെ 6 മക്കളെയും ജനിച്ച ഉടനെ തന്നെ ദുഷ്ടനായ കംസൻ കൊന്നു. അവിടെ വെച്ച് തന്നെ, അവരുടെ മുമ്പിൽ വെച്ച് തന്നെ കൊന്നു. അപ്പം അങ്ങനെ ആവർത്തിച്ചുള്ള ശിശുഹത്യ കൊണ്ട് ആ കാരാഗൃഹം അലക്ഷ്മിയുടെ
ആവാസസ്ഥാനമായി തീർന്നിരിക്കുന്നു. ഭഗവാന്റെ അവതാരം സംഭവിച്ചപ്പോൾ ഇത്തരം ക്രൂരകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആ കാരാഗൃഹം ഐശ്വര്യസമ്പൂർണമായി തീർന്നു. അലക്ഷ്മി ഏത് കാരണം കൊണ്ട് ഉണ്ടായതായാലും ഭഗവത് സ്മരണ ഉപാസകന്റെ ഹൃദയത്തിലുണ്ടായാൽ എല്ലാ ഐശ്വര്യങ്ങളും അയാൾക്ക് ലഭിക്കും എന്നൊരു ഇന്നർ അർത്ഥം കൂടി അല്ലേ ഇതിന് അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അവസാനമെങ്കിലും ഭഗവാനെ സ്മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ ആ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കും. ഇവിടെയും അതാണ് ഉണ്ടായത്. ആ കാരാഗ്രഹത്തിനുണ്ടായ ശാപം, അലക്ഷ്മി ശാപം ഭഗവാന്റെ അവതാരം കൊണ്ട് ഇല്ലാതായി തീർന്നു. വക്ഷസ്ഥലീ സുഖനിലീന വിലാസി ലക്ഷ്മീ മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈഃ തന്മന്ദിരസ്യ ഖലകംസകൃതാമലക്ഷ്മീം ഉന്മാർജയന്നിവ വിരേജിത വാസുദേവ. 38-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകം. ശൗരിസ്തു ധീര മുനിമണ്ഡലചേതസോപി ദൂരസ്ഥിതം വപുരുദീക്ഷ്യ നിജേക്ഷണാഭ്യം ആനന്ദബാഷ്പുളകോദ്ഗമ ഗദ്ഗദാർദ്ര തുഷ്ടാവ ദൃഷ്ടിമകരന്തരസം പവന്തം. സൂതികാഗൃഹമായി മാറിയ കാരാഗൃഹത്തിൽ ഭഗവാന്റെ രൂപം കണ്ട് വസുദേവൻ ആനന്ദവിവശനായി. വൈകുണ്ഠവാസിയായ സാക്ഷാത് മഹാവിഷ്ണുവിനെ താൻ ഇതാ നേരിൽ കണ്ടിരിക്കുകയാണ്. തൻ്റെ കൺമുൻപിൽ തൻ്റെ മകനായി അല്ലേ. ജ്ഞാനികളും ജിതേന്ദ്രിയന്മാരുമായ മഹർഷിമാർ വളരെ കാലം ഏകാഗ്രചിത്തരായി കഠിന തപസ് അനുഷ്ഠിച്ചിട്ടും അവരിൽ നിന്നും വളരെ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ തൻ്റെ മകനായി വിഷ്ണുവിൻ്റെ രൂപത്തിൽ കണ്ട വസുദേവന് ആനന്ദം കൊണ്ട് രോമാഞ്ചമുണ്ടായി. കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. സ്തുതിക്കാൻ തുടങ്ങിയ അദ്ദേഹത്തിന് ഗദ്ഗതം കൊണ്ട് വാക്കുകൾ ഇടറിപ്പോയി. ഈ സാത്വിക ഭാവങ്ങളോടെ വസുദേവർ ഭഗവാനെ സ്തുതിച്ചു. ഭക്തിയുടെ ബാഹ്യ ചേഷ്ടകളാണ് കണ്ണുനീരും രോമാഞ്ചവും ഗദ്ഗതവും മറ്റും. മനസ്സ് ഭഗവാന്റെ നേർക്ക് തിരിയുമ്പോൾ ഭാഗ്യവാനായ ഭക്തന് ഈ അനുഭൂതികൾ ഉണ്ടാകും. സത്യം തന്നെ. തീർച്ചയായിട്ടും വസുദേവനും അത് തന്നെയാണ് സംഭവിച്ചത്. എന്താ കഥ അല്ലേ. വസുദേവൻ ഒട്ടും വിചാരിച്ച് കാണില്ല ഈ ജന്മത്തിൽ വിഷ്ണുവിൻ്റെ ആ രൂപത്തിൽ ഒരു മകൻ തനിക്കുണ്ടാവുക. അത് എത്രയോ കാലത്തെ പുണ്യം കൊണ്ട് സന്യാസിമാർക്കോ പോലും സാധിക്കാത്ത, അടുത്ത് കിട്ടാൻ സാധിക്കാത്ത ഒരു ഭഗവാന്റെ കാരുണ്യാണ്. അതാണ് വസുദേവർക്ക് ഇവിടെ സംഭവിച്ചത്. ശൗരിസ്തുധീര മുനിമണ്ഡല ചേതസോവി ദൂരസ്ഥിതം വപുരുദീക്ഷ്യ നിരീക്ഷണാഭ്യം ആനന്ദബാഷ്പ പുളകോദ്ഗമ ഗദ്ഗദാർദ്ര തുഷാവ ദൃഷ്ടിമകരന്തരസം ഭവന്തം. 38-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകം. ദേവപ്രസീദ പരപൂരുഷ താപവല്ലീ നിർലൂനിദാത്ര സമനേത്രകലാവിലാസിൻ ഖേദാനപാഗുരു കൃപാഗുരു വിക്കടാക്ഷൈ ഇത്യാദിതേന മുദിതേന ചിരം നുദോഭൂ. പരബ്രഹ്മസ്വരൂപിയായ അല്ലയോ ഭഗവാനി,
അല്ലേ? ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ഭഗവാൻ പരബ്രഹ്മമാണ്. പ്രസാദിക്കണമേ അങ്ങ്. വസുദേവൻ സ്തുതിക്കുകയാണ്. താപമാകുന്ന വള്ളിയെ ഛേദിക്കുന്ന കത്തിക്ക് തുല്യമായ കണ്ണുകളുടെ കലാവിലാസത്തോടു കൂടിയവനെ, വർദ്ധിച്ച കരുണയോടുകൂടിയ കടാക്ഷങ്ങളാൽ ദുഃഖങ്ങളെ നീക്കണമേ. താപം അഥവാ ദുഃഖം, അല്ലേ? ഈ ദുഃഖം എങ്ങനെയാണ്? മനുഷ്യൻ്റെ കൂടെ പിറപ്പാണ്, അല്ലേ? എങ്ങനെയെങ്കിലും ഒരു ദുഃഖം നമ്മുടെ മനസ്സിലുണ്ടാവും. എത്ര സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ അടുത്ത നിമിഷത്തിൽ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ദുഃഖം, അല്ലേ, ഉണ്ടാവും. ചിലത് ഈശ്വരേച്ഛ കൊണ്ടാവാം ദുഃഖം വരുന്നത്, ചിലത് സ്വന്തം മനസ്സിൽ ചിന്തിച്ചുണ്ടാക്കുന്ന ദുഃഖങ്ങളാണ്, അല്ലേ? പലപ്പോഴും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അല്ലേ, എൻ്റെ ഒരു അനുഭവം പറയാം. നമുക്ക് ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി, അത് ആലോചിച്ച് വിഷമിച്ച് അങ്ങനെ ഇരിക്കും. അവസാനം ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ കുറച്ച് നമുക്ക് ആശ്വാസം കിട്ടും. അപ്പം അങ്ങനെ സ്വന്തം മനസ്സിൽ നിന്നുണ്ടാവുന്ന ചില ദുഃഖങ്ങൾ, മറ്റ് ചിലത് തൻ്റെ പ്രവൃത്തി കൊണ്ട്, അല്ലേ, തെറ്റായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അങ്ങനെ അനുഭവിക്കേണ്ട ദുഃഖങ്ങൾ. അങ്ങനെ ദുഃഖങ്ങൾ എവിടെ, എപ്പോൾ, എന്താണ് അതിന് കാരണം എന്ന് നമുക്കറിയില്ല. എന്തായാലും ചെറിയ ചെറിയ ദുഃഖങ്ങൾ എല്ലാവർക്കും ഉണ്ടാവാം. അതൊരു വള്ളി പോലെ ഇങ്ങനെ പടർന്നു കിടക്കുകയാണ്. അങ്ങനെയുള്ള ആ വള്ളികളെ പോലെ ഇരിക്കുന്ന ദുഃഖത്തെ മൂലഛേദനം ചെയ്യുന്ന, അതിനെയൊക്കെ വെട്ടിമുറിക്കുന്ന മൂർച്ചയേറിയ ഒരു കത്തിക്ക് തുല്യമായ ഭഗവാന്റെ കരുണാകടാക്ഷം, അങ്ങനെയുള്ള കരുണാകടാക്ഷങ്ങൾ കൊണ്ട് തങ്ങളുടെ ദുഃഖങ്ങളെ അകറ്റണമേ, നശിപ്പിക്കണമേ എന്ന് സന്തോഷം കൊണ്ട് മതിമറന്ന വസുദേവൻ പല പ്രകാരത്തിലും പ്രാർത്ഥിച്ച് ഭഗവാനെ സ്തുതിക്കുകയാണ്. ഈ പ്രാർത്ഥന നമുക്കും എല്ലാ മനുഷ്യർക്കും യോജിക്കുന്നതാണ്, അല്ലേ? ദേവകിയെ കല്യാണം കഴിച്ചത് മുതൽ വസുദേവന് ദുഃഖമാണ്, കാരാഗ്രഹവാസം, തനിക്കുണ്ടായ 6 മക്കളെയും കംസൻ കൊന്നു, അങ്ങനെയുള്ള ഒരുപാട് ദുഃഖങ്ങൾ അങ്ങനെ വള്ളി പോലെ പടർന്നു കിടക്കുകയാണ്. അതിനെയൊക്കെ ഛേദിക്കാനായിട്ട് അങ്ങയുടെ കത്തി പോലെ മൂർച്ചയുള്ള കരുണാകടാക്ഷം തങ്ങളിൽ പതിക്കണമേ, ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം അകറ്റണമേ എന്ന് വസുദേവനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. ദേവപ്രസീദ പരപൂരുഷ താപവല്ലീ നിർലോനിതാത്ര സമനേത്ര കലാവിലാസിൻ ഖേദാനപാകുരു കൃപാഗുരുവി കടാക്ഷൈരിത്യാദിതേന മുദിതേന ചിരം നതോ ഭൂഃ. 38-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകമാണിനി. മാത്രാച നേത്രസലിലാസ്തൃത ഗാത്രവല്യ സ്തോത്രൈരഭിഷ്ടുത ഗുണ കരുണാലയസ്ത്വം പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം മാതുർഗിരാദദിത മാനുഷബാലവേഷം. ഭഗവാന്റെ വൈഷ്ണവ രൂപത്തിനും വസുദേവരുടെ സ്തോത്രങ്ങൾക്കും സാക്ഷിയായിരുന്ന ദേവകി അമ്മ ആനന്ദം കൊണ്ട് പരവശയായി. കണ്ണിൽ നിന്നും ഒഴുകിയ ആനന്ദ കണ്ണീർ ആ അമ്മയുടെ ശരീരത്തെ മുഴുവനും നനച്ചു. കണ്ണീരൊഴുക്കി സന്തോഷം കൊണ്ടാണ്. വസുദേവരുടെയും ദേവകിയുടെയും സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കപ്പെട്ട ഗുണങ്ങളോടുകൂടിയവനും കരുണാകരനുമായ നിന്ദ്രുവടി അവർ രണ്ടുപേരുടെയും പൂർവജന്മ കഥകൾ അവരോട് പറഞ്ഞു. അതായത് സ്വയംഭുവ മന്വന്തരത്തിൽ വസുദേവർ സുതപസ് എന്ന മഹർഷിയായിരുന്നു.
അന്ന് പൃശ്നി എന്ന പേരോടുകൂടി ദേവകി അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. അവരുടെ തപസ്സുകൊണ്ട് സന്തുഷ്ടനായ ഭഗവാൻ പൃശ്നി ഗർഭൻ എന്ന പേരുള്ള അവരുടെ പുത്രനായി ജനിച്ചു, പൃശ്നി ഗർഭൻ. അതുപോലെ വേറൊരു ജന്മത്തിൽ സുതപസ് കാശ്യപ മഹർഷിയായും പൃശ്നി അതിഥിയായും ജനിച്ചു. അവർ രണ്ടുപേരും ഭാര്യാഭർത്താക്കന്മാരായി. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ അതിഥിക്ക് പുത്രനായിട്ടാണ് വാമനൻ ജനിച്ചത്. ഈ രണ്ടു ജന്മത്തിലെ കഥകളും ഭഗവാൻ തൻ്റെ മാതാപിതാക്കളെ അറിയിച്ചു. സുതപസ്സും പൃശ്നിയുമായി ജനിച്ചപ്പോൾ എന്തു വരം വേണമെന്ന്, അതായത് അവർ തപസ് ചെയ്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഭഗവാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത്? അപ്പം അവർ പറഞ്ഞു, തങ്ങളുടെ മകനായി അവിടുന്ന് ജനിക്കണമെന്ന്. അത് 3 തവണ പറഞ്ഞു അത്രേ. അങ്ങനെയാണ് ഈ 3 ജന്മങ്ങളിലും ഭഗവാൻ അവരുടെ മകനായിട്ട് ജനിച്ചത്. പിന്നീട് അപ്പോൾ ആ 3 ജന്മമായി. ഇപ്പോൾ അങ്ങനെ തങ്ങളുടെ പൂർവവൃത്താന്തമൊക്കെ വസുദേവനും ദേവകിക്ക് മനസ്സിലായി. ദേവകി പിന്നെ ഭഗവാനോട് പറഞ്ഞു, ഇങ്ങനെ ഈ ഭഗവാന്റെ 4 കൈകളോടും കൂടിയൊക്കെയുള്ള വിഷ്ണു രൂപം മാറ്റി ഒരു കുഞ്ഞായിട്ട് എനിക്ക് കാണിച്ചു തരണം എന്ന്. അങ്ങനെ മനുഷ്യ കുഞ്ഞിൻ്റെ രൂപത്തിൽ ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, കുട്ടിയായിട്ട്. മാത്രാച നേത്രസലിലാസ്തൃത ഗാത്രവല്യ സ്തോത്രൈരഭിഷ്ടുത ഗുണകരുണാലയസ്ത്വം പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യതാപ്യം മാതുർഗിരാദധീത മാനുഷബലവേഷം. 38-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകമാണ് ഇനി. ത്വത്പ്രേരിതസ്തദനു നന്ദതനൂജയാത്തെ വ്യത്യാസമാരജയിതും സഹിശൂരസൂനു ത്വാം ഹസ്തയോരധൃത ചിത്തവിധാര്യമാരേ രംഭോരുഹസ്ത കളഹംസ കിശോരരമ്യം. പിന്നീട് ആ വസുദേവർ ഇന്ദ്രവടിയാൽ പ്രേരിതനായിട്ട് തന്നെ, ഇന്ദ്രവടി പറഞ്ഞു അദ്ദേഹത്തോട് എന്താണ്, അതായത് അമ്പാടിയിൽ നന്ദഗോപരുടെ ഭാര്യയായ യശോദ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട്. തന്നെ അവിടെ കൊണ്ട് കിടത്തിയിട്ട്, ആ കുട്ടിയുടെ സ്ഥാനത്ത് കിടത്തിയിട്ട് ആ പെൺകുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് തൻ്റെ സ്ഥാനത്ത് കിടത്തണം. ഇതാണ് ഭഗവാന്റെ നിർദ്ദേശം. അതനുസരിച്ച് വസുദേവൻ എന്ത് ചെയ്തു? ഈ പിഞ്ചു കുഞ്ഞിനെ, പ്രസവിച്ച ഉടനെയുള്ള ആ പിഞ്ചു കുഞ്ഞിനെ ഭഗവാനെ തൻ്റെ കൈകളിൽ എടുത്തു. മഹർഷിമാർക്ക് പോലും യോഗികൾക്ക് പോലും തങ്ങളുടെ ഹൃദയത്തിൽ ധരിക്കുന്നതിന് യോഗ്യനായ ആ ഭഗവാനെ വസുദേവന് തൻ്റെ കൈകളിൽ എടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. ആ സന്ദർഭം കവി ആലങ്കാരികമായി ഇങ്ങനെ വർണ്ണിക്കുകയാണ്. ഇങ്ങനെ താമരപ്പൂവിലിരിക്കുന്ന അരയന്നത്തിൻ്റെ കുഞ്ഞിനെ പോലെ ഇരിക്കുന്നു ബാലസ്വരൂപിയായ ഭഗവാൻ വസുദേവരുടെ കൈകളിൽ. ത്വത്പ്രേരിതസ്തദനു നന്ദതനൂജയാത്തെ വ്യത്യാസമാരജയിതും സഹിശൂരസൂനു ത്വാം ഹസ്തയോരധൃത ചിത്തവിധാര്യമാരേ രംഭോരുഹസ്ത കളഹംസ കിശോരരമ്യം.
38-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ജാതാ തദാ പശുപസത്മനിയോഗനിദ്ര നിദ്രാവിമുദ്രിത മഥാകൃത പൗരലോകം ത്വത്പ്രേരണാത് കിമിഹ ചിത്രം അചേതനൈർയത് ദ്വാരൈ സ്വയം വേഖടി സംഘടിതേ സുഗാഠം. അമ്പാടിയിൽ ജനിച്ച യോഗ നിദ്രാരൂപിണിയായ മഹാമായ നിന്തിരുവടിയുടെ പ്രേരണയാൽ പുരവാസികളെ എല്ലാം ഗാഠമായ ഉറക്കത്തിലാക്കി. ഇതിലെ എന്താ അത്ഭുതം? കാരണം ദേവകിയും വസുദേവരും കാരാഗൃഹത്തിൽ ആണ്. അവിടെ എല്ലാ വാതിലുകളും എല്ലാം തന്നെ ചങ്ങലയിട്ട് പൂട്ടിയിരിക്കുന്ന ഒരു സമയത്താണ് കൃഷ്ണൻ ജനിക്കുന്നത്. ആ സമയത്ത് വൃന്ദാവനത്തിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാനായി എങ്ങനെ സാധിക്കും? യോഗ നിദ്രാരൂപിണിയായ മായയുടെ ഒരു പ്രേരണ നിമിത്തം വാതിലുകളെല്ലാം തന്നെ താനേ തുറന്നു, ചങ്ങലകളെല്ലാം തന്നെ തുറക്കപ്പെട്ടു. അങ്ങനെയാണ് വസുദേവര് കാരാഗൃഹത്തിന് പുറത്തേക്ക് കടന്നത്. അപ്പോൾ അവിടുത്തെ ആളുകൾ, അതായത് വൃന്ദാവനത്തിലെ അല്ലെങ്കിൽ ഗോകുലത്തിലെ ആളുകൾ, യശോദാദേവിയും അവിടെ പ്രസവിച്ച് കിടക്കുകയാണ് ഒരു പെൺകുഞ്ഞിനെ. അവിടെയുള്ള ആളുകളൊന്നും അറിയാതെ വേണം ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പം അവിടെയും എല്ലാ പൗരജനങ്ങളെയും നിദ്രയിൽ ആഴ്ത്തിക്കൊണ്ട് മായാദേവി പ്രവർത്തിച്ചത്. അതുകൊണ്ട് അത്ഭുതപ്പെടാനില്ല. രണ്ട് ഭാഗത്തും ഒരുപോലെ തന്നെ ആരും അറിയാതെ ഈ കൈമാറ്റം, കുഞ്ഞുങ്ങളുടെ കൈമാറ്റം നടത്താൻ സാധിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. ജാതാ തദാ പശുപസത്മനിയോഗ നിദ്രാവിമുദ്രത മഥാകൃത പൗരലോകം ത്വത്പ്രേരണാത് കിമിഹ ചിത്രമചേതനേറിയത് ദ്വാരൈ സ്വയം വ്യഘടി സംഘടിതേ സുഗാഠം. മുപ്പത്തെട്ടാം ദശകത്തിലെ 10-ാമത്തെ ശ്ലോകം. ശേഷേണ ഭൂരി ഫണവാരിതവാരിണാഥ സ്വൈരം പ്രദർശിത പഥോ മണിദീപിതേന ത്വാം ധാരയൻ സഖലു ധന്യതമ പ്രദസ്തേ സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. ഇനി നന്ദഗോപര് കുഞ്ഞിനെയും കൊണ്ട് അമ്പാടിയിലേക്ക് പോകുന്ന ഒരു രംഗം. എങ്ങനെയാണ് ആ പെരുമഴയത്ത് പോയത് എന്നാണ് ഇവിടെ പറയുന്നത്. ശിശുരൂപിയായ കുഞ്ഞായ ഭഗവാനെ എടുത്തുകൊണ്ട് വസുദേവൻ അമ്പാടിയിലേക്ക് പോകുമ്പോൾ പെരുമഴയായിരുന്നു. ആ മഴ വസുദേവർക്കും കുഞ്ഞിനും കൊള്ളാതിരിക്കാൻ ഒരു കുടയായി ആരാണ് പ്രവർത്തിച്ചത്? സാക്ഷാൽ ആദിശേഷൻ. ആദിശേഷൻ തൻ്റെ പത്തി വിടർത്തി കുടയായി പിടിച്ചു. കുറ്റാക്കുറ്റിരിട്ടാണ്. അപ്പോൾ പോകാനുള്ള വഴി അനന്തൻ്റെ പത്തികളിലുള്ള ദിവ്യരത്നങ്ങളുടെ പ്രകാശം വസുദേവർക്ക് വഴി കാണിച്ചു കൊടുത്തു. ഈശ്വര കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ, അവർക്ക് പ്രപഞ്ച ശക്തികൾ തന്നെ തുണയായിരിക്കും, അല്ലേ? അപ്രകാരമുള്ള ഗുരുവായൂരപ്പ, എൻ്റെ രോഗങ്ങളെ ശമിപ്പിക്കണമേ, ഞങ്ങളുടെ ദുഃഖങ്ങളെ അകറ്റണമേ. അപ്പം അങ്ങനെ ഭഗവാൻ കൃഷ്ണനെ, കുഞ്ഞായിരിക്കുന്ന കൃഷ്ണനെ അച്ഛനായ വസുദേവൻ അമ്പാടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കുറ്റാക്കുറ്റിരിട്ടാണ്, മഴയാണ്. അതിൽ വേറൊരു കാര്യം കൂടി ഒക്കെ പറയുന്നുണ്ട്, അല്ലേ? കാളിന്തി കടന്നിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ
കാളിന്തി നദിയിൽ നന്ദഗോപൻ കാല് വെച്ച ഉടനെ തന്നെ, അതായത് ഈ പെരുമഴയത്ത് കാളിന്തി നദി നിറഞ്ഞൊഴുകയാണ്. അപ്പോൾ ഭഗവാനെ കൊണ്ട് പോകുമ്പോൾ വഴിമാറിക്കൊടുത്തതുപോലെ കാലിൻ്റെ പാദത്തിൽ മാത്രമേ ആ സ്ഥലത്തും വെള്ളം ഉണ്ടായിരുന്നുള്ളൂ എന്നെല്ലാം വർണ്ണിക്കുന്നുണ്ട്. ശേഷേണ ഭൂരിഭണവാരിത വാരിനാഥ സ്വൈരം പ്രദർശിതപദോ മണിദീപിതേന ത്വാം താരയൻ സകലോ ധന്യതമപ്രദസ്തേ സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. കൃഷ്ണ ഗുരുവായൂരപ്പ.